മെയ് 27 കാൻറ്റർബറിയിലെ വിശുദ്ധ അഗസ്റ്റിൻ. റോമിലാണ് വിശുദ്ധ അഗസ്റ്റിൻ ജനിച്ചത്. ബ്രിട്ടനിലെ വിജാതിയർ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ വിസമ്മതിച്ചിരുന്നുവെന്ന വാർത്ത ഗ്രിഗറി ഒന്നാമൻ പാപ്പയുടെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം ബെനഡിക്റ്റൻ പ്രിയോർ ആയിരുന്നു. വിശുദ്ധ അഗസ്റ്റിനെയും വിശുദ്ധൻ്റെ കൂടെ ഏതാണ്ട് 40ഓളം ബെനഡിക്റ്റൻ സന്യാസിമാരെ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു. ഈ ദൗത്യത്തിലുണ്ടായേക്കാവുന്ന വലിയ അപകടങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വകവയ്ക്കാതെ വിശുദ്ധനെ കൂട്ടരെ ഇംഗ്ലണ്ടിലെത്തി. അവിടെ തങ്ങളുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പെട്ടെന്ന് തന്നെ വിജയം കാണുകയും ചെയ്തു. 596 പെന്തക്കോസ്ത ഞായറാഴ്ച രാജാവായ എഥൽബർട്ട് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഭൂരിഭാഗം പ്രഭുക്കന്മാരും ജനങ്ങളും അദ്ദേഹത്തിൻ്റെ മാതൃകയെ പിന്തുടർന്നു. മഹാനായ ഗ്രിഗറി പാപ്പയുടെ പ്രതിനിധിയായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. ഗ്രിഗറിയുടെ കാലത്ത് ഐറിഷ് സന്യാസിമാർ ഒഴികെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് പാശ്ചാത്യ സഭയിൽ കാര്യമായ അറിവൊന്നുമില്ലായിരുന്നു. മഹാനായ ഗ്രിഗറിയുടെ മഹത്വമാണ് ഇതിന് പുനരുജ്ജീവനം നൽകിയത്. ഇംഗ്ലണ്ടിലെ വിജാതിയർക്കിടയിൽ ഒരു സുവിശേഷ ദൗത്യം ആരംഭിക്കുവാൻ പാപ്പയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. 596 ആരംഭിച്ച ബെനഡിക്റ്റൻ സഭയുടെ നിയമങ്ങൾ പിന്തുടർന്ന ഒരു ഇറ്റാലിയൻ സന്യാസിയെ അയക്കുവാൻ പാപ്പ അതിനെ തീരുമാനിച്ചു. അതിന് പ്രധാന വിശുദ്ധ അഗസ്റ്റിൻ കുറച്ച് സന്യാസിമാരുമായി തെക്കൻ ഗൗളിൽ എത്തിയപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയുണ്ടായി. ഇതിന് മറുപടിയായി പാപ്പ വിശുദ്ധൻ അഗസ്റ്റിനെ അവരുടെ ആശ്രമമര്യാദയാക്കുകയും മറ്റുള്ളവർ അദ്ദേഹത്തെ അനുസരിക്കേണ്ടതാണെന്ന് അറിയിക്കുകയും ചെയ്തു. പിന്നീട് പാപ്പായോട് ആലോചിച്ചതിന് ശേഷം സഭ കേന്ദ്രത്തെ കാൻറ്റർബറിയിൽ നിന്നും ലണ്ടനിലേക്ക് മാറ്റാൻ വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി. കൂടാതെ യോർക്കിലെ മറ്റൊരു പ്രവിശ്യ സ്ഥാപിക്കാനും പദ്ധതിയിട്ടു. എന്നാൽ ചില സംഭവവികാസങ്ങൾ കാരണം ഈ പദ്ധതി നടപ്പായില്ല. വിശുദ്ധ അഗസ്റ്റിൻ ഇംഗ്ലണ്ടിലെത്തിയതിനു ശേഷം നേരിട്ട ഏക പരാജയം എന്നത് വെൽഷ് ക്രിസ്ത്യാനികളുമായി അനുരഞ്ജനത്തിലാകുവാനും ഈസ്റ്റർ ദിനം നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പാരമ്പര്യം സ്വീകരിക്കുവാനും ആചാര്യങ്ങളിലെ ചില തെറ്റുകൾ തിരുത്തി അവരെ തൻ്റെ അധീനതയിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ വിശുദ്ധൻ്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു. വിശുദ്ധൻ വെൽഷിലെ സഭാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും കൂടിക്കാഴ്ചയ്ക്കായി ഇവർ വന്നപ്പോൾ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേൽക്കാത്തത് അവരെ ചൊടിപ്പിച്ചു. ഇക്കാര്യത്തിൽ വിശുദ്ധ ബീഡിനെയും വശത്താക്കുവാൻ വിശുദ്ധന് കഴിഞ്ഞില്ല. വിശുദ്ധ അഗസ്റ്റിൻ്റെ ഒരു വീരനായ പ്രേക്ഷിതനോ നയതന്ത്രജ്ഞനോ ആയിരുന്നില്ല. എന്നിരുന്നാലും വളരെ മഹത്തായ പ്രേക്ഷിത പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഇറ്റലിയിൽ അല്ലെങ്കിൽ ഗൗളിലോ മറ്റു വിദൂര സ്ഥലത്തോ സുവിശേഷ പ്രഘോഷണത്തിന് പോകുവാൻ തയ്യാറാകുന്ന ചുരുക്കം ചിലരിൽ ഒരാളായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ.